ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സ്കോളർഷിപ്പിൻ്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുക. അതുപോലെയുള്ള നമ്മുടെ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്ലിക്കേഷൻസും കൂടി നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം സോഷ്യൽ മീഡിയ പേജസുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്താണ് ഈ സ്കോളർഷിപ്സ് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ഇതിന് എലിജിബിലിറ്റി എന്ന് നോക്കാം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കോളർഷിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോളിടെക്നിക്കുകളിലെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ വലിയ തോതിൽ അത് ആശ്വാസമാകും അത്തരത്തിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉന്നത പഠനത്തിന് തടസ്സമാകരുത് എന്ന് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു പദ്ധതിക്ക് പിന്നിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ, കരിയർ ഗൈഡൻസ് നടപടികൾ, അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു സിംഗിൾ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ ഒരു ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് ഗൈഡൻസുകൾ, എല്ലാ പുതിയ അപ്ഡേറ്റുകൾ, ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടമാകാതെ തന്നെ നിങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഇനി പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് ഭാവിയിലേക്കൊരു വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. സ്കോളർഷിപ്പിന് അർഹരായവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഒന്ന്, ന്യൂനപക്ഷ വിഭാഗമായിരിക്കണം. അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, അതുപോലെ പാഴ്സി, ജൈന മത വിഭാഗങ്ങളിൽപ്പെട്ടവർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ താമസ സ്ഥലം, അപേക്ഷകൻ കേരളത്തിലെ സ്ഥിര താമസകനായിരിക്കണം. പഠന സ്ഥാപനം, കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് പോളിടെക്നിക്കുകൾ, ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നവരായിരിക്കണം. ഇതിലേക്ക് ഉള്ള പ്രവേശന രീതി എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചവരായിരിക്കണം ഇതിനകത്ത് മുൻഗണന ലഭിക്കുക. അതുപോലെ തന്നെ വരുമാന പരിധി, കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. സ്കോളർഷിപ്പ് തുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിക്കും പ്രതിവർഷം നമുക്ക് 6000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ കോഴ്സിൻ്റെ 3 വർഷക്കാലവും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് നിങ്ങൾക്ക് ഈ തുക കൈപ്പറ്റാവുന്നതാണ്. അപേക്ഷിക്കേണ്ട വിധം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷാ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അക്കാദമിക് വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിനാവശ്യമുള്ള രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, മുൻ വർഷത്തെ മാർക്ക് ലിസ്റ്റ് എന്നിവ നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഇതിനകത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മറ്റ് സ്കോളർഷിപ്പുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഹാജർ നിലയും നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങളും സ്കോളർഷിപ്പ് തുടരുന്നതിന് പ്രധാനമാണ്. ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു വർഷത്തെ നിങ്ങളുടെ അക്കാദമിക് പ്രകടനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഇയറിൽ ഈ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാം. കൃത്യസമയത്ത് അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പിന്നീട് അവസരം ലഭിക്കുന്നതല്ല. ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അപേക്ഷകരുടെ കുടുംബ വരുമാനം, മുൻ പരീക്ഷകളിലെ മാർക്കും അടിസ്ഥാനമാക്കിയാണ് സ്കോളർഷിപ്പിനായിട്ട് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത്. അർഹരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ശതമാനക്കണക്കുകൾ പാലിച്ചിട്ടായിരിക്കും വിതരണം ചെയ്യുക. APJ അബ്ദുൽ കലാമിനെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠന ചെലവുകൾ ചെറിയൊരു സഹായമാണെങ്കിലും എത്തിക്കുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ സജീവമാക്കാൻ ഇത്തരം പദ്ധതികൾ നിങ്ങളെ സഹായിക്കും. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് ഇത്തരം സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അത് പ്രയോജനപ്പെടുത്തുകയും വേണം. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യൂ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസുകൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ഡീറ്റെയിൽസ് അപ്ഡേഷൻസ് ആണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.